ഇതേതാ സ്ഥലം? നിങ്ങൾ USA എന്ന് കേട്ടിട്ടുണ്ടോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇംഗ്ലണ്ട് എന്നും ബ്രസീൽ എന്നും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്നും കേട്ടിട്ടുണ്ടോ? ദാ ഈ കാണുന്നതാണ് ആ പറഞ്ഞ രാജ്യങ്ങളൊക്കെ. ഇവർക്ക് വട്ടായോ? ആ ഇതൊരു തരം വട്ടാന്ന് കൂട്ടിക്കോ. വാ എല്ലാരും ഇറങ്ങ്. ഇത് തന്നെയല്ലേ റെയിൽവേ സ്റ്റേഷൻ കോളനി? ഇവിടെ ഒരു ശ്യാമശിവനും താമസിക്കുന്നുണ്ടോ? ഏത് ശ്യാമശിവനും? പറയാം. എവിടെയാ അവര്? ആരാ ശിവണന്റെ ശ്യാമണന്റെ കോളേജിന്നാ? ഇപ്പൊ മനസ്സിലായല്ലോ ഏത് ശ്യാമശിവനും ആണെന്ന്. ഇവിടെ ഉണ്ടോ രണ്ടാളും? ശിവണ്ണം കുളിക്കുക, ശ്യാമണ്ണം പല്ലേക്ക. ഒന്ന് കാണാൻ പറ്റുമോ ഞങ്ങക്ക്? ശിവണ്ണ ശ്യാമണ നിങ്ങളുടെ കോളേജിലെ കൂട്ടുകാര്. ഗുഡ് മോർണിംഗ്. ഞങ്ങളെയൊക്കെ അറിയോ? ഞങ്ങള് നിങ്ങൾ താമസിക്കുന്ന ലണ്ടനോ അമേരിക്കയോ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയതാ. ആ കുളിച്ചോ കുളിച്ചോ. ലണ്ടനിലും അമേരിക്കയിലും സ്വിമ്മിംഗ് പൂളിലും ബാത്ത് ടബിലും ഒക്കെ കുളിച്ച് കുളിച്ച് ഓപ്പൺ എയർ കുളി ഒരു ചേഞ്ചാ അല്ലേ റെജി? ശിവൻ സാറേ, സാറിന്റെ ഡാഡിയും മമ്മിയും ജോലി ചെയ്യുന്ന ലോസ് ഏഞ്ചലസ് ഇവിടെ എവിടെയായിട്ട് വരും? ആ പൈപ്പിന്റെ ചോട്ടിലോ അതോ ചവർകുണ്ടിയുടെ അപ്പുറത്തോ? അപ്പോഴേ ശ്യാം സാറേ, സാറ് സ്ഥിരമായി ഷേക്സ്പീരിയൻ ഡ്രാമ കാണാറുള്ള സ്ട്രാറ്റ്ഫോർഡ് സ്ട്രീറ്റിലെ ഗ്ലോബ് തിയേറ്റർ ഇതിലെ നേരെ പോയി മതിയല്ലേ? അല്ലേ? ഓ ഇതാണല്ലേ നിങ്ങളുടെ ബക്കിംഗ്ഹാം പാലസ്? നന്നായിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് ഏസിയാ. ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചപ്പോ എന്നെ കൊണ്ട് പറയിപ്പിച്ചു തരണ്ടാളും. ഏയ് വരണുണ്ട്. കുട്ടി സാഹിബന്മാരെ നിങ്ങൾക്ക് സ്വാഗതം. സ്വാഗതം സ്വാഗതം സ്വാഗതം. എന്തോ ഇത്ര കണ്ണിച്ചോറ് ഇല്ലാണ്ടായി പോയി നിങ്ങൾക്ക്? അവരുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? അയ്യേ, ഞങ്ങൾ എങ്ങനെയാ മോളെ അവരുടെ സ്ഥാനത്താവുക? ഞങ്ങളവന്മാരെ പോലെ തെണ്ടുകളല്ലല്ലോ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ബഹുമാനം തോന്നുക, അഭിമാനോ. ഇങ്ങനെ രണ്ട് കുട്ടികള് എന്റെ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ തോന്നുക എനിക്ക്. എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നത്? ഏയ് തളരരുത്. ഇതിൽ തളർന്നാൽ പിന്നെ നിങ്ങൾ ഇതുവരെ ജീവിതത്തോട് പൊരുതിയതിനൊന്നും അർത്ഥം ഉണ്ടാവില്ല. ഐഡന്റിറ്റി പുറത്തായതിന്റെ നാണക്കേടിൽ കോളേജിലേക്ക് ഇല്ലാന്നായിരുന്നു നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയനെ. നന്നായി പഠിക്കണം, വാശിയോടെ ഇനിയും പഠിക്കണം, ആവുന്നത്ര പഠിക്കണം. അങ്ങനെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോ ഇന്ന് പരിഹസിക്കുന്ന സഹപാഠികളൊക്കെ നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ പറയും. എന്താ ഇത്? കരയാണോ? അരുത്, ചിരിക്കണം, ചിരിപ്പിക്കും വേണം. ഇതുവരെ ഈ ക്യാമ്പസിൽ കാണിച്ച വികൃതികളെല്ലാം ഇനിയും കാണിക്കണം. അതൊക്കെ കാട്ടാൻ ഇവിടെ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് മാത്രമാണ്.
നിങ്ങളെ പറ്റിച്ചതിലും നുണ പറഞ്ഞതിലൊന്നും എനിക്ക് യാതൊരു ദേഷ്യമില്ലടാ. സങ്കടമുള്ളടാ, സങ്കടം. സത്യത്തിൽ ഇപ്പോഴാണ് നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹം കൂടിയത്. എന്നാൽ ഇവനെങ്കിലും ഞങ്ങളോടെല്ലാം തുറന്ന് പറയായിരുന്നു. പോട്ടെ, ആ ചെറ്റയുടെ കളിയാക്കെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. നിങ്ങളോടൊന്നും ഞങ്ങളുണ്ടാ. ഇവന്മാര് വേണ്ടാന്ന് പറഞ്ഞിട്ടാ ഇല്ലെങ്കിൽ ആ ചൂർപ്പണക്കേലും ഞാട്ടൊന്ന് പൊട്ടിച്ചേർന്നു. സാരമില്ലടാ, ഒക്കെ കഴിഞ്ഞില്ലേ. എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ എല്ലാരും അറിയുന്ന ഞങ്ങളും പ്രതീക്ഷ. എടാ എന്നാലും വിടറാ മച്ചു, പോട്ടെ. ഇനിയിപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് കാശ് കടം ചോദിക്കുകയും ഓസടിക്കുകയും ഒക്കെ ചെയ്യാലോ. ഞങ്ങൾ തെണ്ടുകളല്ലേടാ. ആന്റി, എനിക്കൊരു ഷേക്കാണ് ആന്റി. ആ ശിവനെ ശ്യാമിനെ ഫിനിഷ് ചെയ്തതിന് ആന്റിക്ക് ചെയ്യാൻ പറ്റാത്തല്ലേ ഞാൻ ചെയ്തത്. ഇനി അവന്മാര് വീണടുത്ത് എണീക്കുകയോ ഇല്ല. എവിടെ ലക്ഷ്മി എടുത്തി? എനിക്കിന്ന് നിറയെ ഉണ്ണിയപ്പം വേണം. പിന്നെ ആന്റിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന നല്ല ചൂടുള്ള പരിപ്പുവടെ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തു പോവാം. പിസ്സ ഹട്ടിൽ ചെന്ന് പിസ്സയും ഐസ്ക്രീമും. ഇന്ന് എന്റെ വകയാ ട്രീറ്റ്. ഒന്ന് നിർത്തപ്പോ, മതി തുള്ളിച്ചാടിയത്. നീ ലോകമഹായുദ്ധം ജയിച്ചല്ലേ വന്നിരിക്കുന്നെ. നിനക്ക് എന്ത് അർഹതയുണ്ട് ആ കുട്ടികളെ പരിഹസിക്കാൻ? അന്നായിരുന്നില്ല നീ അവരോട് മാപ്പ് പറയേണ്ടിയിരുന്നത്. ഇപ്പോ ഇന്ന് ഈ ചെയ്ത് തെറ്റിനാ മാപ്പ് പറയേണ്ടത്. ഈശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് വാരിക്കോരി തന്നതുകൊണ്ട് നിന്റെ കണ്ണിൽ അവര് തെണ്ടികളായി. നീ അവരെ തെണ്ടികളെന്ന് വിളിച്ചു, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചു. മോളൊന്ന് ഓർത്തു നോക്കിയേ. ഈ ലോകത്ത് ആരും തുണയില്ലാതിരുന്നിട്ടും അവരിവിടം വരെ എത്തി. കിട്ടുന്ന സമയത്തും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടാ നിങ്ങളുടെ മുമ്പില് അവര് ചിരിച്ചു കളിച്ച് നടക്കുന്നത്. അവരുടെ സങ്കടം നമ്മൾ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല നമ്മളെ. എന്നിട്ട് ആരോടും പരാതിയില്ല അവർക്ക്, ആരോടും പരിഭവമില്ല അവർക്ക്. ദേ നോക്ക്, ഇനിയും അവരോട് നിന്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കില്ലേ ആന്റി? ഓക്കെ പോട്ടെ മോളെ, വാടാ. ദമയന്തേച്ചിയെ, എന്റെ ആട് ഒരു കണ്ണു വേണേ. ഇന്ന് ഷൂട്ടിങ്ങിനൊന്നും പോണില്ലേ കാഞ്ചനേച്ചിയെ? ഇന്ന് കോളേജിലാണ് ഷൂട്ടിങ്. അവിടെ നല്ല വെളുത്തു കൊടുത്ത അവറ്റങ്ങളെ മതിയെന്ന്. നമ്മളെ വല്ല ജാതയ്ക്കാ പാടത്ത് പണിയെടുക്കുന്ന സീനിലൊക്കെ അല്ലേ വിളിക്കൂ. ഓ, പുലിയും പോർക്കൊക്കെ ഉണ്ട് അവിടെ. വെറുതെ ഇങ്ങനെ വായ നോക്കി ഇരിക്കാണ്ട് വല്ല പണിക്കും പോക്കൂടെ? പോടാ ചേട്ട തലയാ. ദേ അമ്മച്ചി, കാറിന്റെ വണ്ടിനെ മുട്ടിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ. കണ്ണെന്താ കക്ഷത്തിൽ വെച്ചിട്ടാ വണ്ടി ഓടിക്കണേ? പോട്ടെ കുട്ടി, ഒന്നും പറ്റിയില്ലല്ലോ. കുട്ടിയെ? ആരുടെ കുട്ടി? ഞാൻ എപ്പോഴാ നിങ്ങളുടെ കുട്ടിയായത്? എന്താ പരിപാടോ? ഞങ്ങൾ ഇടപെടണോ? ഇത് നമ്മളെ സ്ത്രീപീഡനം പഠിക്കാൻ എന്നാണ് വന്നു വയ്യാനത്തിന്റെ വാക്യ. ഞാൻ ശ്യാമിനെ ശിവനെ ഒന്ന് കാണാൻ വന്നതാ. അവരിവിടെ ഇല്ലേ താമസം? ആരാ? ഞാൻ അവരുടെ കോളേജിലെ ടീച്ചറാ, പ്രിൻസിപ്പൽ. അയ്യോ, എനിക്ക് എന്നോട് മാപ്പാക്കണം. എന്താ കുട്ടി ഇത്? അയ്യോ ഓടി വാടാ. അയ്യോ മാം, അയ്യോ, എന്നോട് ക്ഷമിക്കില്ലേ? എന്താ മാം ഇവിടെ? ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ഇയാളോട് ഒന്ന് എണീക്കാൻ പറയൂ. ഇവിടെ നാട്ടിക്കല്ലോ, ഒന്ന് എണീക്കടി. ഞാൻ ആളറിയാതെ ടീച്ചറിനെ ചീത്ത വിളിച്ച് ശ്യാമണ്ണ. എന്റെ നാവ് പുഴുത്തു പോട്ടെ, അല്ലെങ്കിൽ ഓട്ടോന്ന് ഇറങ്ങുമ്പോ ട്രാൻസ്പോർട്ട് ബസ് വന്നിട്ട് ചത്തു പോട്ടെ. സാരല്ല, എണീക്ക്. എടാ ശിവ, ടീച്ചറുടെ വീട്ടിലേക്ക് ഇതാ ഞങ്ങളുടെ വീട്. അകത്തോട്ടിരിക്കാം മാം. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യോ അവിടെ അപ്പടി അഴുക്കാ. ഇതിലിരിക്കേ. എടി പരിമളം, ടീച്ചർക്ക് ഒരു ഇടിവിട്ട് ചായ ഇട്. ടീച്ചർ കാണട്ടെ നിന്റെ കൈപുണ്യം. ടീച്ചർ ഇവിടുന്ന് ചായ കുടിക്കോ? ഞാനെന്താ അന്യഗ്രഹ ജീവിയാ? തേയില മനസ്സാരൊക്കെ ഉണ്ടോ ചോണ്ണ? നീ നോക്ക്, ഇല്ലെങ്കിൽ ദമയന്തീച്ചിട്ട് വാങ്ങിക്ക്. നീ വന്നേ. ഞാൻ ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ. പരിമളന്ന പേരല്ലേ? ഈ കോളനി മൊത്തം പരിമളം പരത്തുന്ന ഇവളാ. നീ കുളിച്ചിട്ട് എത്ര കൊല്ലായിട്ട്? ടീച്ചറേക്കിനോട് ഞാനൊന്നും പറയണില്ല. ചായ പോന്നേരാട്ടാ. ഒരു പാവ വളവളാന്ന് വർത്താനം പറയുന്നേ ഉള്ളൂ. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാ. അപ്പം പഴനിച്ചാമിയും അമ്മ ചെന്താമരയും. അപ്പനും ദേപ്പന്റെ ആയിരുന്നു ജോലി. ഈ ചെക്കൻ ഒരു വയസ്സുള്ളപ്പോ ഇവന്റെ അമ്മ ചെന്താമര ഇവിടെ വെൽഡിംഗ് പണി ചെയ്തോണ്ടിരുന്ന ദാമോദരൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒളിച്ചോടി അങ്ങ് പോയി. അതോടെ പളനിച്ചാമി കള്ളുകൂടി മക്കളെ തല്ലുമായിട്ട് പൊടി പൂരം. പഴനിച്ചാമി എത്തപ്പോ ഈറ്റയും കണ്ടു ഒറ്റയ്ക്കായി. ഇവനാ അനിയൻ. ഞാൻ കണ്ടു. മോന്റെ പേരെന്താ? ചെന്തിൽ. എടാ, നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരും അതെ. ഇത് ഗോപാലേട്ടൻ. നമസ്കാരം. പുലിഗോപാലൻ എന്ന് സ്വയം പരിചയപ്പെടുത്തി. ആ ഇത് ബെൽറ്റ് ഹൗസ്. അയ്യോ, അങ്ങനൊന്നും ഇല്ലാട്ടോ. എന്താ ചെയ്യുന്ന എല്ലാരും? അങ്ങനൊന്നുമില്ല, പല പണി എന്തും ചെയ്യും. പിന്നെ അത്യാവശ്യം കൂലിത്തല്ല് അല്ലേ? എന്താണ് പറയുന്നത്? എന്നാലും നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. വാ വാ.
ഈ സ്നേഹമുള്ളവരുടെ നടുവിൽ നിങ്ങളെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുക കുട്ടികളെ. നിങ്ങളെങ്ങനെ അനാഥരാവുക? നിങ്ങൾക്കിവിടെ ആരും ഇല്ലാത്തത്? നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് നടന്ന NRI പാരന്റ്സിന്റെ ലോകത്തൊന്നും ഇതൊന്നും കണി കാണാൻ കിട്ടില്ല. സത്യത്തില് നിങ്ങളാ ഭാഗ്യവന്മാര്. ഞങ്ങൾക്ക് ടീച്ചറോട് എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. ടീച്ചർ വന്നല്ലോ ഞങ്ങളെ കാണാൻ. ചായ, ഉം. കട്ടൻ ചായ. ആഹാ. മാം ഇരിക്കേ. എന്താ മുറുക്ക. എവിടെ നോക്കട്ടെ. അസലായിട്ടുണ്ട്. ശരി, പോയിട്ട് വരട്ടെ. നീ വരണ്ട ടീച്ചർ. എടാ സാറ്. സാർ വരൂ സാർ. എന്താ സാർ അറിയിക്കാതെ പെട്ടെന്ന്? ഒന്നുമില്ല, ടൗണിൽ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കാറിൽ പോയതാരാ? അത് ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളാ. സ്നേഹലത? അതെ, സാർ അറിയോ ടീച്ചറിനെ? അറിയും. എന്താ പെരുമണം പറയുന്നേ? സാറിന് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഉണ്ടിട്ടേ പോകുള്ളൂ പെരുമളം, അല്പം കഴിയട്ടെ. ഇന്ന് ഇവിടെ കൂടാൻ സാർ? ഇല്ല, 12:30 കണ്ണൂരിന് പോണം. വന്നപ്പോ മുതല് സാറാകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എന്തു പറ്റി? ടീച്ചറെ കണ്ടോണ്ടാണോ? അതാവാം. അല്ല, അത് തന്നെയാണ്. ടീച്ചറെ സാർ അറിയുമെന്ന് പറഞ്ഞത് ഒരുമിച്ച് പഠിച്ചതാണോ? ഏയ്, ഞാൻ അവരെ 2-3 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, അതും വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ സാറിന്റെ മാള. ഞാൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുമ്പോൾ സാർ അവിടുത്തെ ഡീനായിരുന്നു, ഡോക്ടർ ഇന്ദുചൂഡ മേനോൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ധാരാളം. പിന്നെ പ്രാസംഗികൻ, ക്രിട്ടിക്ക്. എന്നെ വലിയ കാര്യമായിരുന്നു. റിസർച്ച് പാതി വഴിക്ക് ഉപേക്ഷിച്ച് സോഷ്യൽ വർക്കിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ കുറച്ചൊന്നും അല്ല പുള്ളിക്കാരന്റെ ശകാരം കേട്ടത്. ഈ മകളോട് ഒരല്പം കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു സാറിന്. സാറിനെ പോലെ എഴുത്തിലും വായനയിലും അവർക്കും താല്പര്യം ഉണ്ടായോണ്ടായിരിക്കും. അന്നവര് ഡൽഹിയിലെ JNU പഠിക്കുക. സാറ് പറഞ്ഞുള്ള അറിവുകളാണ് ബാക്കിയൊക്കെ. കൂടെ പഠിച്ചിരുന്ന ഒരു ഡൽഹി ബേസ്ഡ് മലയാളി ബോയുമായി സ്നേഹലത പ്രണയത്തിലായത്രേ. ഒടുവിൽ പ്രണയവും കൂട്ടിനുണ്ടായിരുന്ന വിപ്ലവവും തലയ്ക്ക് പിടിച്ചപ്പോൾ കൺവെൻഷണൽ രീതികളോടൊക്കെ പുച്ഛം തോന്നി. ഒഫീഷ്യലായിട്ട് വിവാഹം കഴിക്കാതെ തന്നെ വീട്ടുകാരൻ സാറുമൊന്നും അറിയാതെ രണ്ടുപേരും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങി. ടീച്ചർ ഒരു കുഞ്ഞിനെയും പ്രസവിച്ചു. കുഞ്ഞ് പറന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ US ഒരു കോഴ്സിനെന്നും പറഞ്ഞ് പുള്ളിക്കാരനങ്ങ് മുങ്ങി. പിന്നെ വന്നില്ല. കാത്തിരുന്ന് മടുത്ത് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ടീച്ചർ സാറിനെ വിവരം അറിയിച്ചു. അന്ന് സാറിന്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് സീരിയസ് ആയി കിടപ്പായിരുന്നു. ആ അവസ്ഥയിൽ ഒരു കൈക്കുഞ്ഞുമായി മകള് കയറി ചെന്നാൽ ആ അമ്മ തകർന്നു പോകുമെന്ന് കരുതിയിട്ടോ സാറിന്റെ പ്രസ്റ്റീജ്. എന്തായാലും ഏതോ ഒരു ഓർഫനേജിൽ സാർ ആ കുട്ടിയെ കൊണ്ട് ഏൽപ്പിച്ചു. നിർബന്ധിച്ചപ്പോ സ്നേഹലത സമ്മതിച്ചു എന്നാ സാറ് പറഞ്ഞത്. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പിരിയാൻ വയ്യാത്ത അവസ്ഥയായപ്പോൾ സ്നേഹലത ഓർഫനേജിൽ തിരിച്ചു ചെന്ന് കുഞ്ഞിനെ ചോദിച്ചു. കുട്ടിയെ സാറ് വന്ന് കൊണ്ടുപോയി എന്നുള്ള ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടിയത്. ആ സിറ്റുവേഷൻ സ്നേഹലത എങ്ങനെ ഫേസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. സ്നേഹലതയെ അറിയാതെ സാറ് കുഞ്ഞുമായി നേരെ വന്നത് എൻ്റെ അടുത്തേക്കാണ്. ഞാനന്ന് വയനാട്ടിൽ 4-5 കുട്ടികളുമായി നമ്മുടെ സ്ഥാപനം തുടങ്ങിയ സമയം. സാറ് കാല് പിടിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചു. പിന്നെ സാറ് വന്നതേ ഇല്ല അങ്ങോട്ട്. 1 വർഷം കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. സ്നേഹലത എന്ത് ചെയ്യുന്നുവെന്നോ എവിടെയാണെന്നൊന്നും
ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടേയില്ല. വീണ്ടും ഇന്നാണ് യാദൃച്ഛികമായി കണ്ടത്. എന്നിട്ട് ടീച്ചറുടെ കുട്ടി എവിടെ സാർ? അവൻ വളർന്നു എൻ്റെ മറ്റു കുട്ടികളോടൊപ്പം. ഒടുവിൽ നമ്മുടെ സ്ഥാപനത്തിൽ വളരേണ്ട പ്രായം കഴിഞ്ഞപ്പോൾ സ്വയം പറക്കാൻ, സ്വന്തം വഴികൾ കണ്ടെത്താൻ അവൻ പുറത്തേക്ക് പോയി. ഇപ്പോഴും എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടവൻ. അവനെ അവന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ എനിക്കൊരിക്കലും കഴിയില്ല. ആ അമ്മയെ ഫേസ് ചെയ്യാൻ എനിക്കെങ്ങനെ ധൈര്യം വരിക? എന്തൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടായാലും അവരുടെ അച്ഛൻ അവരോട് ചെയ്ത തെറ്റിന് അറിയാതെ ഞാനും കൂട്ടുനിന്ന് പോയില്ലേ? സാർ പറ സാർ, അവനാരാ? ആ മകനാരാ? ഒരിക്കലും പറയരുതെന്ന് നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും. എന്നാലും ഞങ്ങളോട് പറ സാർ. ഞങ്ങളിൽ ആരെങ്കിലും ആണോ സാർ ആ മകൻ? ചിലപ്പാവും, അല്ലെങ്കിലാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. പക്ഷേ അതാരാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. ഞാൻ പറയില്ല. പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം സൗഭാഗ്യങ്ങൾ തന്ന് മറ്റേയാളെ വേദനിപ്പിക്കണം. വേണ്ട. എന്നെങ്കിലും നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. അതൊരിക്കലും ഞാൻ മൂലമാവണ്ട. ഗുഡ് മോർണിംഗ്. ഏയ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഇങ്ങനെ പതിവില്ലല്ലോ ഈ നിൽപ്പ്. നിങ്ങളുടെ തന്നെ ഭാഷയെ ചോദിച്ചാ എന്താ ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കുന്നേ? എന്തു പറ്റി രണ്ടാൾക്കും? എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ. ബെല്ലടിച്ചല്ലോ. രണ്ടാളും ക്ലാസ്സിൽ പോണില്ലേ?